കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകനേ, നീ മാന്യനായിടുവാ. മകളേ മകളേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകലിലും നിങ്ങളുടെ വിലയേറിയ ചില നിമിഷങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ദൈവവചനത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ഗ്യാരണ്ടിയാണ്. കർത്താവ് അതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്നുള്ള വിലയേറിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതിയ പൗലോസ് വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും അതിൻ്റെ 1-ാം ലേഖനത്തിൽ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് തൻ്റെ ലേഖന പരമ്പരയിൽ പ്രാരംഭ ലേഖനങ്ങളിൽ ഒന്നായ നീതീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ലേഖനങ്ങളിൽ ഒന്നായ ദൈവജനത്തെ, മനുഷ്യവർഗത്തെ വിശുദ്ധീകരിക്കുന്ന ഉപദേശങ്ങൾ നൽകപ്പെട്ട പ്രധാനപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നായ കൊരിന്ത്യൻസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, യഥാർത്ഥമായിട്ട് ബൈബിളിൻ്റെ പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ പീഡാനുഭവം, അവൻ്റെ ക്രൂശുമരണവും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നീടാണ് അവിടുത്തെ വരവിനെ കുറിച്ച് തിരുവചനം പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരെ, മനുഷ്യവർഗത്തോട് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുകയാണ്: ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് പ്രപഞ്ചത്തിൻ്റെ, ഈ കാണുന്ന ഭൂമിയുടെ, ഈ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെന്താണ്? നിങ്ങൾ ആ വാക്യത്തിൽ തന്നെ പറയുന്നു, പൗലോസ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും രക്ഷിതാവ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കിക്കേ. ഈ ക്രൂശീകരണം എന്ന് പറയുന്ന പ്രതിഭാസം ഭൂമിയിൽ നിലനിന്നത് ചരിത്രം പഠിച്ചാൽ ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പും ക്രിസ്തുവിന് ശേഷം ഏകദേശം 150-200 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 400-ലധികം വർഷങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ക്രൂരമായ ഒരു പീഠാനുഭവത്തോടു കൂടിയുള്ള മരണം കുറ്റവാളികൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രൂശീകരണം. സമൂഹത്തിലെ ഏറ്റവും തിന്മകളുടെ പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി റോമാ ഗവൺമെൻറ് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരണശിക്ഷയാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ഏറെ പ്രാധാന്യതയുണ്ട്. കാരണം യേശുവിനെ പഠിച്ചാൽ, യേശു കർത്താവിനെ പഠിച്ചാൽ, യേശു ക്രിസ്തുവിനെ പഠിച്ചാൽ ജീവിതത്തിൽ തിന്മ കാണുവാൻ കഴിയില്ല, പ്രവർത്തികളിൽ കുറ്റാരോപണം കാണുവാൻ കഴിയില്ല. അത്ര സ്നേഹനിധിയെ, മനുഷ്യ നന്മകൾക്ക് വേണ്ടി, സമൂഹ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു അതുല്യ പുരുഷനും ദൈവപുത്രനുമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നമ്മൾ ശ്രദ്ധിച്ചാൽ
ബൈബിൾ പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർ പ്രസംഗിക്കുന്നു, ഞാനും പറയുന്നു. അതിലൂടെ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ. അപ്പോൾ ക്രൂശ് ഒന്നാമത് എന്ത് കാണിക്കുന്നു? മനുഷ്യവർഗത്തിൻ്റെ രക്ഷ. എന്താണത്? പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച യേശു പാപമാക്കത്തക്ക വിധത്തിലുള്ള മരണം ഏൽപ്പിക്കപ്പെട്ടു. പാപിയെ ശിക്ഷിക്കുന്നത് പോലെ യേശുവിനെ ശിക്ഷിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ ക്രൂശിൽ വഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ വീണ്ടും ജനന അനുഭവത്തിന് വേണ്ടി, മനുഷ്യൻ്റെ സ്വർഗാരോഹണത്തിന് വേണ്ടി, മനുഷ്യൻ്റെ നിത്യജീവന് വേണ്ടി യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി. അതാണ് ക്രൂശ് മരണം. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരണമേ, എനിക്ക് വേണ്ടി അവിടുന്ന് കാൽവരിയുടെ കൊലക്കളത്തിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ആ വ്യക്തി രക്ഷിക്കപ്പെടുമെന്ന് വെച്ചാൽ അവൻ്റെ അകത്ത് മാറ്റം വരും. രക്ഷിക്കപ്പെടുക അഥവാ ബൈബിൾ പറയുന്നു മാനസാന്തരപ്പെടുക. അപ്പോൾ മാനസാന്തരത്തിൻ്റെ പ്രക്രിയ ഒന്നാമത് കടന്നു വരുന്നത്, രക്ഷിക്കപ്പെടുന്ന ആ പ്രക്രിയ ഒന്നാമത് കടന്നു വരുന്നത് ക്രൂശീകരണത്തിലാണ്, ക്രൂശിലാണ്, യേശുവിൻ്റെ ക്രൂശിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപശക്തിക്കടിമയാണ്, പാപത്തിന് വിൽക്കപ്പെട്ട ദാസന്മാരാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പോൾ പാപത്തിന് പരിഹാരം രക്ഷയാണെങ്കിൽ, രക്ഷ മാനസാന്തരത്തിലൂടെ വരുന്നെങ്കിൽ അത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. അത് വിശ്വസിക്കുന്ന വ്യക്തിക്കാണ് ലഭ്യമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, നിങ്ങൾ ആ ക്രൂശിൽ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ ശിരസിൽ മുള്ളുകൊണ്ടുള്ള ആണി വെച്ച് മുൾക്കിരീടം ഉണ്ടാക്കി തൻ്റെ ശിരസിൽ അടിച്ചു എന്ന് ശിരസിൽ ഒരു മുൾക്കിരീടം കാണുവാൻ കഴിയും. അതെന്താ? അത് മനുഷ്യവർഗത്തിൻ്റെ ശാപത്തെ കാണിക്കുകയാണ്. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ശാപത്തിന് പരിഹാരം വരാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത്. ഒന്ന്, മനുഷ്യവർഗത്തിന് മാനസാന്തരം അഥവാ രക്ഷ ഉണ്ടാകുവാൻ. രണ്ട്, ക്രൂശ് മരണം കാണിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ ശാപത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, മനുഷ്യൻ്റെ ശാപത്തെ നീക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ശാപാവസ്ഥയിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ശാപം മാറി. നീ ആ ക്രൂശിൽ നോക്കി നിന്റെ ശിരസിൽ നീ തന്നെ കൈവച്ച് യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നീ വാ കൊണ്ട് പറഞ്ഞാൽ നിന്റെ ശാപം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ അത് ആ നിമിഷം മാറും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ ശാപം മാറി. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവൻ്റെ ശാപം പൂർണ്ണമായി മാറി. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ക്രൂശീകരണം മനുഷ്യവർഗത്തിന് അനുഗ്രഹമാണ്. മൂന്നാമത് എന്താണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്? യേശുവിൻ്റെ ക്രൂശീകരണം ശ്രദ്ധിച്ചാൽ ആ ശരീരത്തിലെ ഓരോ സ്ഥലത്തും മുറിപ്പാടുകൾ കാണാം. പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടത്, മുഖം ഇടികൊണ്ട് തകർക്കപ്പെട്ടത്, ശിരസ് മുൾക്കിരീടധാരിയാക്കപ്പെട്ടത്, കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും മുറിവുകൾ കാണാം. തകർക്കപ്പെട്ട മുറിവുകൾ, ആഴത്തിലുള്ള മുറിവുകൾ, രക്തവും വെള്ളവും കൂടെ
പുറത്തേക്ക് ഒഴുകുന്ന മുറിവുകൾ, ശിരസ് തുടങ്ങി പാദം വരെ മുറിവുകൾ. ഈ മുറിവുകൾ എന്താണ് കാണിക്കുന്നതെന്നറിയാമോ? തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമെന്ന് പത്രോസിന്റെ ലേഖനം 1:7 പറയുന്നുണ്ട്. അവിടുത്തെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ക്രൂശ് മരണം മനുഷ്യവർഗത്തിൻ്റെ സൗഖ്യത്തെ കാണിക്കുകയാണ്. രോഗബന്ധനത്തിൽ നിന്ന്, ശാപബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ക്രൂശിൽ. ഹല്ലേലൂയ! ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ബന്ധനത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ യേശുവിനെ നോക്കൂ, അവൻ്റെ ക്രൂശീകരണത്തെ നോക്കൂ. അവൻ്റെ രക്തത്താൽ ജയമെന്ന് വാ കൊണ്ട് പറ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് വാ കൊണ്ട് പറ. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്ക്. കർത്താവേ, എന്നെ അലട്ടുന്നതായ പൈശാചിക പോരുകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ഈ സന്ദേശം കേൾക്കുന്ന മാത്രയിൽ നീ ഹൃദയം തകർന്ന് ഉള്ളം തുറന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിന്നോട് ദൂത് പറയുക, ഏത് പോരുകളും ഏത് ബന്ധനാനുഭവങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഇതിന് ഒരു പ്രവാചകൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷകൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പ്രായോഗികമായി ഒന്ന് പ്രാവർത്തികമാക്കി നോക്ക്. വിടുതൽ നിശ്ചയം. ഇന്ന് പകൽക്കാലം നിന്റെ വിടുതലിൻ്റെ പകൽക്കാലമാണ്. കൊച്ചു മുറിക്കകത്തിരുന്ന് മൊബൈൽ ഫോണിലൂടെ ഈ സന്ദേശം നീ കേൾക്കുന്നുണ്ടോ? നീ ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് പറ. ഏത് പൈശാചിക പോരുകളും ഏത് പൈശാചിക ബന്ധനങ്ങളും ഏത് ദേശപ്പോരുകളും നീ വാ കൊണ്ട് കൽപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിലാണ്, യേശുവിൻ്റെ ക്രൂശീകരണത്തിലാണ് പിശാച് തോറ്റത്. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ഭാരത്തിലാണോ, പ്രയാസത്തിലാണോ, ദുഃഖത്തിലാണോ, അതേ കഷ്ടതയിലാണോ, ഞെരുക്കത്തിലാണോ, ആ നാമത്തിലേക്ക് നോക്ക്. നിന്റെ കണ്ണുയർത്തി ആ ക്രൂശിലേക്കൊന്ന് നോക്കേ. ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു വാക്ക് കൽപ്പിക്കുകയോ. ഇന്ന് പകൽക്കാലം നിനക്ക് സൗഖ്യം ഉറപ്പാണ്. ഹല്ലേലൂയ! അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ക്രൂശീകരണം കാണുമ്പോൾ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ സ്മരിക്കുമ്പോൾ, ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ഒന്ന്, മനുഷ്യൻ രക്ഷപ്പെടുകയാണ്, അവന് മാനസാന്തരം അനുഭവം ലഭിക്കുകയാണ്. രണ്ട്, അവൻ്റെ ശാപം മാറുകയാണ്, അവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. മൂന്ന്, അവൻ്റെ രോഗത്തിൽ നിന്ന്, അവൻ്റെ രോഗബന്ധനങ്ങളിൽ നിന്ന്, അവൻ്റെ രോഗ പൈശാചിക പോരുകളിൽ നിന്ന് അവന് വിടുതൽ ലഭിക്കുന്ന സ്ഥലമാണ് ക്രൂശ് അഥവാ കാൽവറിയുടെ കൊലക്കളം. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഏത് പ്രശ്നമാകട്ടെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് നീ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് വിടുതൽ നിശ്ചയം, സൗഖ്യം നിശ്ചയം, അനുഗ്രഹം നിശ്ചയം. ശ്രദ്ധിച്ച് ആത്മാർത്ഥമായിട്ട് ആ ക്രൂശിലേക്ക് നോക്കി. സാധു കൊച്ചുഞ്ഞുപദേശി പറഞ്ഞില്ലേ, ക്രൂശിന്മേ കാണുന്ന ധാരിത, ക്രൂശിന്മേ കാണുന്ന ധാരിത, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ
പേർക്കായി ചാകുന്നു. അങ്ങനെയെങ്കിൽ ആ ക്രൂശിലേക്ക് നോക്കി നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ചില പ്രാർത്ഥനകൾ സ്വയമായി പ്രാർത്ഥിച്ചാൽ നിനക്ക് രക്ഷ ഉറപ്പ്. നിന്റെ ശാപം മാറി നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിന്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കും. മാത്രമല്ല ക്രൂശിലൂടെയുള്ള ആ രക്ഷയിലൂടെയാണ്, അനുഗ്രഹത്തിലൂടെയാണ്, ആ വിടുതലിലൂടെയാണ് ഒരു വ്യക്തിക്ക് നിത്യജീവൻ. ഹല്ലേലൂയ. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും എന്നാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? ആ ക്രൂശിലേക്ക് വാസ്തവമായി നോക്കുന്ന ഒരു വ്യക്തിക്ക്, ഹൃദയംഗമായി നുറുങ്ങുന്ന ഒരു വ്യക്തിക്ക്, ഹൃദയംഗമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയിലേക്ക് നിത്യജീവൻ വ്യാപരിക്കും. അവൻ മരിച്ചാലും ജീവിക്കും. അവനൊരു ദിവസമുണ്ട്. എന്താണ് ആ ദിവസം? പുനരുത്ഥാന ദിവസം. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട് യേശുവിനെ പോലെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങനെയെങ്കിൽ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സകല പ്രശ്നത്തിനും പരിഹാരമുള്ള സ്ഥലമാണത്. മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനും എവിടെ നിന്ന് പരിഹാരം ലഭിക്കും? എവിടെ ചെന്നാൽ പരിഹാരം ലഭിക്കും? ആരെ കണ്ടാൽ പരിഹാരം ലഭിക്കുമെന്ന് നീ ആകുലതയോടുകൂടെ ആകുന്നുവോ? ഇന്ന് പകൽക്കാലം ആ ക്രൂശിനെ നോക്കൂ, ക്രൂശിലെ കർത്താവിനെ നോക്കൂ, അവനെ ശ്രദ്ധിച്ചു നോക്കൂ. നീ അനുഗ്രഹിക്കപ്പെടും. നീ നിത്യജീവന്റെ ഉടമസ്ഥനാവും. നിന്റെ ശാപം മാറി അനുഗ്രഹം വരും. നിന്നിലേക്ക് രക്ഷയുടെ സന്തോഷം വരുവാനിടയാകും. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ എന്നോട് ചേർന്ന് ആ ക്രൂശിലേക്കൊന്ന് നോക്കാമോ? അവനെ ഒന്ന് വിളിച്ചപേക്ഷിക്കാമോ? തിരുവചനം പറയുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് ആ ക്രൂശിനെ നോക്കി യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് യേശുവിന്റെ പൈതലായി രക്ഷയുടെ അനുഭവത്തിൽ വന്ന് മാനസാന്തരപ്പെട്ട് രോഗസൗഖ്യം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് പുനരുത്ഥാന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.